ഹലോ, നമുക്കിന്ന് ജസ്റ്റ് ഒരു പിക്കിളിട്ട് നോക്കിയാലോ? അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി പിക്കിളാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് കാന്താരി അച്ചാറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ചില്ല് കുപ്പി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുക. നമ്മൾ എപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില്ല് കുപ്പി യൂസ് ചെയ്യണം. സോ അതിലേക്ക് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ കാന്താരിയാണ്, നമ്മളത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മളിത് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. സോ ഞാനത് വലിയ കാന്താരിയും ചെറിയ കാന്താരി ഇടുന്നുണ്ട്. ഈ വലിയ കാന്താരി നമ്മൾ ഹൈബ്രിഡ് കാന്താരിയാണ് കേട്ടോ. നമ്മളതൊരു തൈ വാങ്ങിയിട്ട് നട്ട് അതിൽ ഉണ്ടായി വന്ന കാന്താരിയാണ്. അതിൽ കാന്താരിയുടെ എരിവും ഉണ്ടാവും, എന്നാൽ വലിയ മുളകിൻ്റെ വലിപ്പം ഉണ്ടാവും. സോ അതാണ് നമ്മുടെ ഹൈബ്രിഡ് കാന്താരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മുളക് ഇട്ട് കൊടുക്കുക. ഓരോ ലെയർ മുളക് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമ്മളിങ്ങനെ ആദ്യം കുറച്ച് മുളക്, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് മുളക്, അങ്ങനെ ലെയർ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എല്ലായിടത്തേക്കും ഈക്വലായിട്ട് ആ ഒരു ഉപ്പിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളം നന്നായി വെട്ടി തിളയ്ക്കണം. അത് ആറിയ ശേഷം നമ്മൾ ഈ പാത്രത്തിലേക്ക് നമ്മുടെ കാന്താരിയും ഉപ്പും ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒഴിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പുളിയുടെ ഫ്ലേവറും നന്നായി ഒരു അച്ചാറിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സോ നമ്മൾ ബാക്കിയുള്ള ഭാഗത്ത് ഈ വിനാഗിരി ഒഴിച്ച് വെച്ചിട്ട് നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്യാം. ഷെയ്ക്ക് ചെയ്തിട്ട് കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും വെച്ചിട്ട്, ഒരു തുണിയോ ആണെങ്കിൽ കവർ ചെയ്തിട്ട് അടപ്പൊന്ന് ടൈറ്റായിട്ട് അടച്ച് നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് ഒരു വീക്കിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ്.